നമസ്കാരം. ഇന്ന് നമ്മൾ ജെയിംസ് ക്ലാവാളിന്റെ ഇതിഹാസരചനയായ ഷോഗൺ എന്ന ലോകത്തേക്കാണ് കടക്കുന്നത്. സാംസ്കാരിക സംഘർഷങ്ങൾ, അതിജീവനം, ഒപ്പം ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കാൻ തോന്നുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഇതൊക്കെ നിറഞ്ഞ ഫ്യൂഡൽ ജപ്പാന്റെ ആ സിനിമാറ്റിക് ലോകം നമുക്കൊന്ന് വിശദമായി തന്നെ ഈ വിശദീകരണത്തിലൂടെ പരിശോധിക്കാം. തുടങ്ങുകയല്ലേ? നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. തീരെ പരിചയമില്ലാത്ത, ഭാഷയറിയാത്ത, നിങ്ങളുടെ ശീലങ്ങൾക്കും മൂല്യങ്ങൾക്കും യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു പുതിയ ലോകത്ത് ചെന്നുപെട്ടാൽ എന്തുണ്ടാകും? അതെ, തികച്ചും അപരിചിതമായൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോകുന്ന 17ാം നൂറ്റാണ്ടിലെ ഒരു ഇംഗ്ലീഷ് പൈലറ്റിന്റെ അവസ്ഥ കൃത്യമായി പറഞ്ഞാൽ അതായിരുന്നു. ഇതിന്റെ നിരൂപക പ്രശംസകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ബൃഹത്തായൊരു ഇതിഹാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്തു വെക്കുന്നതെന്ന്. വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ വായനക്കാരനെ പിടിച്ചു നിർത്തുന്ന അതിശയിപ്പിക്കുന്ന രചന എന്നാണ് വാഷിംഗ്ടൺ സ്റ്റാർ ഇതിനെ വിശേഷിപ്പിച്ചത്. അത്രത്തോളം എൻഗേജിംഗ് ആണ് ഈ കഥ. അപ്പോൾ ജെയിംസ് ക്ലാവാൾ സൃഷ്ടിച്ച ഫ്യൂഡൽ ജപ്പാന്റെ സങ്കീർണവും അതിശയകരവുമായ ലോകത്തേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ വിശദീകരണത്തിൽ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കുന്നത്: പൈലറ്റിന്റെ യാത്ര, 2 ലോകങ്ങളുടെ ഏറ്റുമുട്ടൽ, സമുറായികളുടെ ജീവിതരീതി, അവിടത്തെ കാത്തലിക് കുത്തക, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോഗുണിനായുള്ള കളി. അപ്പോൾ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. പൈലറ്റിന്റെ ദുഷ്കരമായ യാത്ര, അല്ലെങ്കിൽ അറിയപ്പെടാത്ത കടലിനെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ക്യാപ്റ്റൻ ജോൺ ബ്ലാക്ക്തോൺ എന്ന ഇംഗ്ലീഷ് പൈലറ്റിന്റെ യാത്രയുടെ കാഠിന്യം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഒന്നാലോചിച്ചു നോക്കൂ. വീട് വിട്ടിട്ട് ഏകദേശം 2 വർഷം. ചിലിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 133 ദിവസങ്ങളായി അവർ കരകണ്ടിട്ട്. ഇരാസ്മസ് എന്ന ഡച്ച് കപ്പലില് ഭക്ഷണവുമില്ല, കുടിക്കാൻ വെള്ളവുമില്ല. സ്കർവി ബാധിച്ച് മരണം മുന്നിൽ കാണുന്ന അവസ്ഥ. ഈ കൊടും യാതനകളിലൂടെയാണ് അദ്ദേഹം ഏഷ്യൻ സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് പൈലറ്റായി മാറുന്നത്. ആ സമയത്ത് ബ്ലാക്ക്തോൺ പറയുന്നൊരു ഡയലോഗുണ്ട്: കൊടുങ്കാറ്റേ, നിന്നെ ഞാൻ ശപിക്കുന്നു, നിന്റെ കൈകൾ എന്റെ കപ്പലിൽ നിന്നും മാറ്റൂ. ഇത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് മനസ്സിലാവും. എത്ര വലിയ കൊടുങ്കാറ്റായാലും തോൽക്കാൻ പുള്ളി തയ്യാറല്ലായിരുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം, ലോകങ്ങളുടെ ഏറ്റുമുട്ടൽ, ഒപ്പം അഞ്ചറോയിലെ വരവ്. കൊടുങ്കാറ്റിനെ അതിജീവിച്ച് ബ്ലാക്ക്തോണും കൂട്ടരും അഞ്ചുറോ എന്ന ജാപ്പനീസ് തീരത്ത് എത്തിച്ചേരുന്നു. ഇവിടെയാണ് ആ വലിയ കൾച്ചർ ഷോക്ക് സംഭവിക്കുന്നത്. യൂറോപ്യന്മാരെ സംബന്ധിച്ച് ജീവൻ വളരെ പവിത്രമാണ്. ഒപ്പം അവിടെ മതയുദ്ധങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ജപ്പാനിലെ രീതി അതല്ല. കർമ്മത്തിലുള്ള വിശ്വാസം, യജമാനോടുള്ള അന്ധമായ വിശ്വസ്തത, പിന്നെ ഒട്ടും മരണഭയമില്ലാത്ത പ്രകൃതം. ഈ വ്യത്യാസം ശരിക്കും ബ്ലാക്ക്തോണിന്റെ സമനില തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാംസ്കാരിക വ്യത്യാസം നമ്മളെ കൊണ്ടുചെല്ലുന്നത് മൂന്നാമത്തെ ഭാഗത്തേക്കാണ്. സമുറായികളുടെ രീതി, ബുഷിഡോ, പിന്നെ അവിടുത്തെ ജാതിവ്യവസ്ഥ. അവിടുത്തെ ജാതിവ്യവസ്ഥ വളരെ വിചിത്രമാണ് കേട്ടോ. ഈ പട്ടിക നോക്കൂ. ഏറ്റവും മുകളിൽ സമുറായികളാണ്. അവർക്ക് ആരെ വേണമെങ്കിലും കൊല്ലാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ, പണം കൈകാര്യം ചെയ്യുന്ന വ്യാപാരികളെ അവർ ഏറ്റവും താഴെക്കിടയിലുള്ളവരായാണ് കണക്കാക്കുന്നത്. കൃഷി ചെയ്യുന്ന കർഷകർക്ക് സമുറായികൾക്ക് തൊട്ടുതാഴെ വലിയ സ്ഥാനവുമുണ്ട്. തായ്ക്കോ നടപ്പിലാക്കിയ മാറ്റമില്ലാത്ത ഒരു കർശന വ്യവസ്ഥിതിയാണിത്. ഇനി എന്താണ് ഈ ബുഷിഡോ? ലളിതമായി പറഞ്ഞാൽ സമുറായികളുടെ ജീവിത നിയമമാണിത്. പൂർണ്ണമായ അനുസരണം, ശാരീരിക വേദനകൾ പുറത്തു കാണിക്കാതിരിക്കുക, മരണത്തെ ഒട്ടും ഭയക്കാതിരിക്കുക. യൂറോപ്യന്മാർക്ക് ഇവരെ കണ്ടപ്പോൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ഭയപ്പെടുത്തുന്ന മനുഷ്യരാണെന്നേ തോന്നിയുള്ളൂ. ഇതിനെല്ലാം പുറമേ യൂറോപ്യന്മാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു: സെപ്പുക്കു അഥവാ ആചാരപരമായ ആത്മഹത്യ. യജമാനൻ ആവശ്യപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ സമുറായ് പുരുഷന്മാരും സ്ത്രീകളും തൽക്ഷണം വയറുകീരി സ്വന്തം ജീവനെടുക്കും. ജീവന്റെ പവിത്രതയെക്കുറിച്ച് ചിന്തിക്കുന്ന ബ്ലാക്ക്തോണെ ഇതൊക്കെ പൂർണ്ണമായും അചിന്തനീയമായിരുന്നു. നാലാമത്തെ ഭാഗം, രഹസ്യ കാത്തലിക് കുത്തക, ഏഷ്യയിലെ ജെസുവറ്റ് സ്വാധീനം. ഇവിടെ കഥയ്ക്ക് പുതിയൊരു രാഷ്ട്രീയ തലം കൈവരുകയാണ്. ജപ്പാനിലെത്തുന്ന ആദ്യത്തെ യൂറോപ്യൻ താനല്ലെന്നും ബ്ലാക്ക്തോൺ തിരിച്ചറിയുന്നു. അവിടെ അപ്പോൾ തന്നെ തീവ്രമായ വാണിജ്യ മതവൈര്യമുണ്ട്. ബ്ലാക്ക്തോണിനെ പോലുള്ള പ്രൊട്ടസ്റ്റന്റുകൾ പുതുതായി വരുന്നവരാണ്. എന്നാൽ ഫാദർ സെബാസ്റ്റ്യനിയോയെ പോലുള്ള കാത്തലിക് ജെസ്യൂട്ട് പുരോഹിതന്മാർ നേരത്തെ തന്നെ അവിടെ വലിയ സ്വാധീനമുറപ്പിച്ചിരുന്നു. അവർ ഈ പുതിയ ആളുകളെ കടൽ കൊള്ളക്കാരായാണ് മുദ്രകുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ ജെസ്യൂട്ടുകളും പോർച്ചുഗീസുകാരും ബ്ലാക്ക്തോണിനെ ഇത്രത്തോളം ഭയക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവരുടെ പക്കൽ വലിയ രഹസ്യങ്ങളുണ്ട്. ചൈനയുമായുള്ള വമ്പൻ പട്ടുനൂൽ വ്യാപാരം, ദശലക്ഷങ്ങൾ വിലമതിക്കുന്ന വാർഷിക ബ്ലാക്ക് ഷിപ്പ്, ഇതിനെല്ലാം പുറമെ ജാപ്പനീസ് പ്രഭുക്കന്മാർക്ക് രഹസ്യമായി നൽകുന്ന തോക്കുകൾ,
ഈ വമ്പൻ സാമ്പത്തിക സ്രോതസ്സും സമുദ്രപാതകളും രഹസ്യമായി സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇനി ഈ കഥയുടെ ഏറ്റവും ആവേശകരമായ 5ാമത്തെ ഭാഗം, ഷോഗണിനായുള്ള കളി. ബ്ലാക്ക് തോൺ അറിയാതെ ചെന്നുപെടുന്നത് ജപ്പാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചതുരംഗ കളിയിലേക്കാണ്. എന്താണ് ഈ ഷോഗൺ? ജപ്പാനിലെ എല്ലാ വലിയ പ്രഭുക്കന്മാരും രഹസ്യമായി ആഗ്രഹിക്കുന്ന പരമോന്നത സൈനിക സ്വേച്ഛാധിപതി പദവിയാണിത്. ചക്രവർത്തിയുടെ പേരിൽ രാജ്യം ഭരിക്കാൻ പൂർണ്ണ അധികാരം നൽകുന്ന പദവി. ഇതിലും വലിയൊരു അധികാരം അവിടെയില്ല. ഇവിടെ നമ്മൾ പ്രധാനമായും 2 രാഷ്ട്രീയ എതിരാളികളെയാണ് കാണുന്നത്. ഒരു വശത്ത് ഇഷിഡോ, കർഷകനായി ജനിച്ചുയർന്ന നിലവിലെ അവകാശിയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന അല്പം അഗ്രസീവായ വ്യക്തി. മറുവശത്ത് യോഷി ടുറാനഗ, വളരെ ക്ഷമാശീലനും അതിബുദ്ധിമാനുമായ അദ്ദേഹം രഹസ്യമായി ഷോഗൺ പദവി ആഗ്രഹിക്കുന്നു. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ടുറാനഗ തന്റെ വലിയ തന്ത്രങ്ങളിൽ ഈ ഇംഗ്ലീഷ് പൈലറ്റിനെ വളരെ വിദഗ്ധമായി ഒരു കരുവാക്കി മാറ്റുന്നു എന്നതാണ്. അപ്പോൾ ഈ വിശദീകരണത്തിന്റെ അവസാനം ഒരു വലിയ ചോദ്യം ബാക്കിയാകുന്നു. തികച്ചും വ്യത്യസ്തമായ ഈ 2 ലോകങ്ങളുടെ വലിയ ഏറ്റുമുട്ടലിൽ ഒടുവിൽ ആരു വിജയിക്കും? ടൊറാനഗ തന്റെ ലക്ഷ്യമായ ഷോഗൺ പദവി നേടുമോ? അതോ ഈ അന്യനാട്ടിൽ ഇംഗ്ലീഷ് പൈലറ്റ് തന്റെ ജീവൻ നിലനിർത്തുമോ? ഈ സാംസ്കാരിക പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ ശരിക്കും നമ്മെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഇതൊരു അത്യുഗ്രൻ അനുഭവമായിരിക്കും.